വാരിച്ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റും അനുദിന ജീവിത പാതയതിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായുള്ള ഈ നല്ല സമയത്ത്, ഈ 2026 പ്രാരംഭ മാസത്തിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് ദൈവസന്നിധിയിൽ പാടുവാനും പ്രാർത്ഥിക്കുവാനും ലഭിച്ചതായുള്ള വിലയേറിയ സമയത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്ന പോലെ, കർത്താവേ, ആണ്ടുകൾ കഴിയും മുമ്പ് നിൻ്റെ പ്രവൃത്തിയിൽ ഞങ്ങളെ സാധ്യമാക്കി തരണമേ. നമ്മുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരുന്ന ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം വായിച്ച വചനത്തിനു വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ വചനമാകുന്ന ഈ വിത്ത്, ഈ ഭൂമിയാകുന്ന നമ്മുടെ നിലത്തോട്ട് വീഴുമ്പോൾ, ഹല്ലേലൂയ, വിത്ത് ഭൂമിയുമായിട്ടൊരു പ്രതികരണമില്ല എങ്കിൽ ഹല്ലേലൂയ അത് കിളിക്കത്തില്ല. എന്നാൽ ഭൂമിയുമായിട്ട് അത് പ്രതികരിക്കുമ്പോൾ ഹല്ലേലൂയ അതിന് ജീവൻ പ്രാപിക്കുകയും 100, 60, 30 മേനി ഫലം കഴിക്കും. അതുപോലെ വചനം നമ്മുടെ നല്ല നിലമാകുന്ന ഹൃദയത്തിൽ വീണുകൊണ്ട് അത് ഏറ്റവും അനുഗ്രഹമായി നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ സ്തോത്രം പറയുക, അത് നമ്മൾ ഏറ്റെടുക്കുക, നമ്മൾ പ്രതികരിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുമെന്ന് പ്രാരംഭമായി ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ വായിച്ചു കേട്ട വചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്നവനേ, ആരാധന അങ്ങേക്കാരാധന. കൃപയും സത്യവും ആയവനേ, ആരാധന അങ്ങേക്കാരാധന. നീ മാത്രം യോഗ്യൻ എന്നുമേ, നീ മാത്രം യോഗ്യൻ എന്നെന്നുമേ, നീ മാത്രം യോഗ്യൻ എന്നുമേ, നീ മാത്രം യോഗ്യൻ എന്നെന്നുമേ. ആരാധന അങ്ങേക്കാരാധന, ആത്മാവിൻ സത്യത്തിൽ ആരാധന, ആരാധന അങ്ങേക്കാരാധന, ആത്മാവിൻ സത്യത്തിൽ ആരാധന. കർത്താവേ, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത വചനമാകുന്ന ക്രിസ്തുവേ, ഇന്ന് ഹല്ലേലൂയ ഞങ്ങളിത് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. സംസാരിക്കുന്ന അടിയനും കേൾക്കുന്ന നിൻ്റെ മക്കളും അവിടുത്തെ വക അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചിട്ട് പ്രാർത്ഥനകളുടെ സ്തോത്രം കർത്താവേ, സകലതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ. വായിച്ചു കേട്ട വേദഭാഗം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ, ലൂക്കോസിൻ്റെ സുവിശേഷം. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളുള്ളതിൽ 42ാമത്തെ പുസ്തകമാണ്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുള്ളതിൽ അതിലെ 3ാമത്തെ പുസ്തകമാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം. ലൂക്കോസിൻ്റെ സുവിശേഷവും
അപ്പോസ്തല പ്രവൃത്തിയും എഴുതിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ശ്രീമാനായ തിയോഫിലോസേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്, ഞാൻ ആദ്യം വിവരിച്ചതായുള്ള അതിൻ്റെ ഒരു ചരിത്രഭാഗം ഒരു തുടർച്ചയാകുന്നു എന്ന് നമ്മൾ കാണുന്നു. 24 അധ്യായം 1151 വാക്യങ്ങൾ വിശുദ്ധ പുതിയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ വാക്യങ്ങളുള്ള പുസ്തകവുമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം. എന്നാൽ അധ്യായം വെച്ച് നോക്കുമ്പോൾ മത്തായി 29 ഉണ്ട്, അപ്പോസ്തല പ്രവൃത്തി 29 ഉണ്ട്. എന്നാൽ വാക്യങ്ങൾ അവിടെ കുറവാണ് എന്ന് രേഖപ്പെടുത്തുന്നു. നമുക്ക് ഈ ലൂക്കോസ് ആരാണ് എന്ന് നമ്മൾ നോക്കിയാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ 3 ഭാഗത്ത് ഹല്ലേലൂയ ഈ ലൂക്കോസിനെ പറ്റി പേര് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് കാണുവാൻ സാധിക്കുന്നത് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രിയ വൈദ്യനായ ലൂക്കോസും ഞാൻ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. ഫിലോമോന്റെ ലേഖനം 24-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഹല്ലേലൂയ പറയുകയാണ്, പലരും എന്നെ വിട്ടുപിരിഞ്ഞു, എന്നാൽ ഹല്ലേലൂയ ദേമാസനെ വിട്ടുതിരിഞ്ഞു, എന്നാൽ എൻ്റെ കൂട്ടുവേലക്കാരനായ ഹല്ലേലൂയ ഫിലോമോനെ പറ്റി പറയുന്നു. 2 തിമോത്തിയോസിന്റെ 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്കറിയാം, നല്ലപോലെ പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് പൗലോസിന്റെ അന്ത്യനാഴികകളിൽ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ഹല്ലേലൂയ കൂടെ ഇരിക്കുക. 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ അവസാനം വരെയും എന്നോട് കൂടെ ഇരുന്ന ലൂക്കോസും എന്ന് രേഖപ്പെടുത്തുന്നു. ആ ലൂക്കോസാണ് ഇത് എഴുതിയത്. വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുത്തുകാരിൽ ഹല്ലേലൂയ യഹൂദനല്ലാത്ത യവനനായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ലൂക്കോസ് ആകുന്നു. നമുക്ക് ഈ വേദഭാഗം പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ ഹല്ലേലൂയ ഈ വേദഭാഗത്തെ ആസ്പദമാക്കി നമ്മളോട് നമ്മുടെ ഈ കൂട്ടായ്മയിലൊക്കെയും പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ മറുപടി ലഭിക്കാതെ ജീവിതത്തിൽ നമ്മുടെ പല വിഷയങ്ങൾ അടഞ്ഞിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ മറുപടി തരും. ഇതാണ് യാചിപ്പീൻ എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. ഈ ഭാഗം വാഴ്ത്തപ്പെട്ട യേശു ക്രിസ്തു പറയുവാനുള്ളതായുള്ള സാഹചര്യം എന്താണ് നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം തുടങ്ങുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ ഹല്ലേലൂയ അവർ പ്രാർത്ഥിക്കുന്നതൊക്കെയും കണ്ടിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, അല്ലയോ ഗുരു, നിനക്ക് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ അവർ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അറിയത്തില്ല, നീ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, നീ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. ഹല്ലേലൂയ നമുക്കറിയാം ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അവനാ വളരണം, ഞാൻ കുറയണം. കുറഞ്ഞു നിൽക്കുന്നതായുള്ള മനുഷ്യർ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു, പാടുന്നു, പ്രസംഗിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ നിന്റെ കൂടെ നടക്കുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല. അവർക്ക് ഹല്ലേലൂയ അവൻ്റെ അത്ഭുതം കാണുവാനും ആൾക്കാരെ അടങ്ങി ഇരുത്താനും ഒക്കെയും ഹല്ലേലൂയ മാത്രമേ സാധിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ യേശു ക്രിസ്തു അവരെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുഞ്ഞുങ്ങളെ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്, ഹല്ലേലൂയ നമ്മളൊക്കെ ലോർഡ്സ് പ്രേയർ എന്ന് പറയുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞടകടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞടക്കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. എൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് നിങ്ങൾ ഈ വിധം പ്രാർത്ഥിപ്പാൻ എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ യേശു ക്രിസ്തു അവിടെ മുഖത്ത് നോക്കിയപ്പോൾ മുമ്പേ ഉള്ളതുപോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. യേശു ക്രിസ്തുവിന് മനസ്സിലായി, ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. നമ്മളും ഇതുപോലാണ്, പ്രാർത്ഥിക്കും ഹല്ലേലൂയ, പക്ഷേ നമുക്കൊന്നും അറിയത്തുമില്ല, നമ്മൾ കേൾക്കത്തുമില്ല. എന്നാൽ അപ്പോൾ യേശു ക്രിസ്തു അവരെ അടുക്കൽ വിളിച്ചിട്ട് ഒരു ഉപമ പറഞ്ഞു, എലിയോ കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ, അവൻ്റെ വീട്ടിൽ അർദ്ധരാത്രിക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. എന്നാൽ അവൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ആഹാരം കഴിച്ചിട്ടില്ല, അവൻ ക്ഷീണിതനാണ്.
എന്നാൽ അവൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് അവന് പരിചയമുള്ള ഒരു സ്നേഹിതൻ്റെ അടുക്കൽ ചെന്നു. അവിടെ ചെന്നിട്ട് അവനെ ഇങ്ങനെ കഥയിൽ മുട്ടി. 1 മുട്ടി, 2 മുട്ടി, 3 മുട്ടി. അവൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ വീട്ടിൽ അർദ്ധരാത്രി ഒരു സ്നേഹിതൻ വന്നു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കൊരു 3 അപ്പം വായ്പ തരണമേ എന്നും പൊട്ടി. എന്നാൽ ഈ മനുഷ്യൻ്റെ വിളി കേട്ടിട്ട് തൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ ഉറങ്ങിയാണ്. എനിക്ക് തോന്നുന്നു അതുവരെ ഉറങ്ങാതിരുന്ന കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തി കെട്ടിപ്പിടിച്ചപ്പോഴാണ് അർദ്ധരാത്രിയിൽ ഈ മനുഷ്യൻ വന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവൻ സ്നേഹിതനാകൊണ്ട് അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവൻ്റെ പ്രാർത്ഥനയ്ക്ക്, അവൻ്റെ നിലവിളിക്ക് 3 അപ്പം ചോദിച്ചവന് വേണ്ടുന്നുള്ളത് കൊടുത്തിട്ട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ യാതൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളങ്ങനെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എത്ര അധികം തരുമെന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ പറഞ്ഞതായുള്ള വാക്യത്തിന് മുന്നേ പറഞ്ഞ വാക്യമാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. ഇന്ന് ഹല്ലേലൂയ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രശ്ന പ്രതിസന്ധികളിൽ നമ്മൾ യാചിച്ചിട്ടും നമ്മൾ നിലവിളിച്ചിട്ടും ഹല്ലേലൂയ മുട്ടിയിട്ടും തുറക്കാത്ത പല വാതിൽ കാണും. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ മുന്നിൽ ചിലപ്പോൾ എസ് എന്ന് കിട്ടും, ചിലപ്പോൾ നോന്ന് കിട്ടും, അല്ലെങ്കിൽ വെയിറ്റ് കിട്ടും. അല്ല എങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ നിന്റെ കൃപ എനിക്ക് മതി, എന്നെ ശക്തനാക്കുന്നവൻ ഞാൻ മുഖാന്തരം സകലത്തിനും മതി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം എന്ന് പറയുന്നു. ഈ കഥയിൽ ഹല്ലേലൂയ അടങ്ങിയിരിക്കുന്ന പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ഹല്ലേലൂയ നാം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി തരും. എങ്ങനെയാണ് ഈ കഥയിലെ പ്രാർത്ഥന? ഈ കഥയിൽ നമ്മൾ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ 3 സ്നേഹിതരെ കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ സ്നേഹിതൻ പറയുകയാണ്, ആരത്? നമ്മൾ തന്നെയാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു കൂട്ടുകാരനുണ്ടെന്നിരിക്കട്ടെ. ഒന്നാമത്തെ സ്നേഹിതൻ നാം ഓരോരുത്തരുമാണ്. രണ്ടാമത്തെ സ്നേഹിതൻ അർദ്ധരാത്രിയിൽ അവൻ്റെ ജീവിതത്തിൽ വന്ന അവനാണ്. മൂന്നാമത്തെ സ്നേഹിതൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒന്നാം സ്നേഹിത, നിന്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ വരുന്നത്, ആ സ്നേഹിതൻ എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിലെ പ്രശ്നമായിരിക്കാം, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധിയായിരിക്കാം, ഹല്ലേലൂയ നിന്റെ ജീവിതത്തിലെ രോഗമായിരിക്കാം, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഭാരമായിരിക്കാം, കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കുന്ന ഭാരമായിരിക്കാം. എന്തു ഭാരമായിരുന്നാലും അർദ്ധരാത്രിയുടെ നടുവിൽ കടന്നു വരും. അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞാൽ കൂരിരുട്ടാണ്. ഒരു ഹല്ലേലൂയ പ്രത്യാശയുമില്ലാതെ, ഒരു വെളിച്ചവുമില്ലാത്ത അവസ്ഥയിൽ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഹല്ലേലൂയ പ്രതിസന്ധികൾ വരുമ്പോൾ ഹല്ലേലൂയ അവന് ഒന്നിനും കഴിവില്ല. അവനൊരു സ്നേഹിതനെ അറിയാം, ആ സ്നേഹിതൻ്റെ അടുക്കൽ പോകുന്നു. ഇതിൽ നിന്ന് പഠിക്കുന്നത് ഒന്നാമത്തെ സ്നേഹിതനും മൂന്നാമത്തെ സ്നേഹിതനും തമ്മിലുള്ളതായുള്ള ഒരു ഹല്ലേലൂയ അവരുടെ കമ്മ്യൂണിക്കേഷനും അവരുടെ സംസാരവും അവരുടെ അവസ്ഥയുമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ അവസ്ഥയായി തീരേണ്ടത്. എങ്ങനെയാണ്? ഒന്നാം സ്നേഹിതൻ ഹല്ലേലൂയ നാം ഓരോരുത്തരുമാണ് എങ്കിൽ ആ പ്രശ്നമില്ലാത്തവരാരുമില്ല, പ്രതിസന്ധിയില്ലാത്തവരാരുമില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ നമുക്ക് ഹല്ലേലൂയ സ്വയമേ അത് ചെയ്യുവാൻ സാധ്യമല്ലാതെ ഇരിക്കുമ്പോൾ ഒന്നാം സ്നേഹിതൻ അവൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ, അവൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ അവന് ഹല്ലേലൂയ അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ കാരണം അവനും ഒന്നാം സ്നേഹിതനും മൂന്നാം സ്നേഹിതനും തമ്മിൽ ഒരു ഹല്ലേലൂയ ഒരു പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ അവൻ്റെ ഒരു വ്യക്തിപരമായൊരു ബന്ധം. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവാകുന്ന മൂന്നാം സ്നേഹിതനും നാമും തമ്മിൽ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടായിരിക്കണം. എങ്ങനെയാണ് വ്യക്തിപരമായ ബന്ധം നമ്മളിൽ ഉണ്ടാകുന്നത്? 1 യോഹന്നാന്റെ ലേഖനം 3
1 1 പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? പാപത്തിൻ്റെ ശമ്പളം മരണമായി നിത്യനരകത്തിന് തുല്യരായി തീർന്ന നമ്മെ, ഹല്ലേലൂയ, കൃപയാൽ ഈ രക്ഷയുടെ സന്തോഷം നമുക്ക് ലഭിച്ചു. ആ രക്ഷയുടെ സന്തോഷം എങ്ങനെയാണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒരു കാര്യം, റോമാലേഖനം 10 പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ടേറ്റു പറയും, അവൻ നമ്മളെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. അങ്ങനെയെങ്കിൽ നാം രക്ഷയുടെ അനുഭവം എങ്ങനെയാണ്? രക്ഷ കൃപയാൽ. എഫെസ്യ ലേഖനം 2:8 പറയുന്നു, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അതിന് ആരും കാരണമല്ല, കാൽവറിയിലെ ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ഈ ഒരു വീണ്ടെടുപ്പ് ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ 49 സംഖ്യത്തിനും 7-8 വാക്യങ്ങളിൽ പറയുന്നുണ്ടല്ലോ, സഹോദരൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ സാധ്യമല്ലാത്ത വ്യർത്ഥവും പാരമ്പര്യമുള്ള നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമാകുന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ രക്ഷയുടെ സന്തോഷം വ്യക്തിപരമായി നാം അനുഭവിക്കണം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട്, ഒന്നാം സ്നേഹിതൻ മൂന്നാം സ്നേഹിതനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കാരണം അവനൊരു വിശ്വാസമുണ്ടായിരുന്നു, അവൻ എനിക്ക് തരും. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ അവനുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം മാത്രമല്ല, എനിക്കവൻ തരുമെന്നുള്ളൊരു വിശ്വാസം. ഹല്ലേലൂയ. എങ്ങനെയാണ് വിശ്വാസം എന്നതോ? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമായിരിക്കുമ്പോൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമേ, നമുക്ക് ഏത് സമയവും അവൻ്റെ അടുക്കൽ ചെല്ലാം. എബ്രായ ലേഖനം 4:16 ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് ഹല്ലേലൂയ കൃപയിൽ ലഭിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കൽ നാം ചെല്ലുക. കാരണം ഹല്ലേലൂയ, അവൻ നമ്മുടെ ഫിലിപ്പിയ ലേഖനം 4:19 പറയുന്ന പോലെ, എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും ക്രിസ്തുയേശുവിൻ്റെ ധനത്തിനൊത്തോളം പൂർണ്ണമായി നമ്മൾ തീർത്തേരും. നമുക്ക് ഹല്ലേലൂയ ഒരു വിശ്വാസത്തോടെ അവൻ്റെ അടുക്കൽ ചെല്ലാം. മൂന്നാമതായിട്ട് ഹല്ലേലൂയ, ഈ ഒന്നാം സ്നേഹിതൻ തൻ്റെ രണ്ടാം സ്നേഹിതനമാകുന്ന ഈ പ്രശ്നവുമായിട്ട് മൂന്നാം സ്നേഹിതൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ തന്നെ സമ്പൂർണ്ണമായി ഒരു ഡെഡിക്കേഷനാണ്, കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുവാണ്. ഇവൻ്റെ അർദ്ധരാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു, എനിക്ക് ഒന്നുമില്ല, ഞാൻ ഒന്നുമില്ല എന്ന് സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിന്. പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് നാം പറയുക അല്ല. ഒഴിഞ്ഞ പാത്രത്തിൽ മാത്രമേ നിറവ് മാത്രമേ വരത്തുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ടല്ലോ, 18 അധ്യായത്തിൽ 2 മനുഷ്യർ പ്രാർത്ഥിപ്പാനായിട്ട് പോയി. ഒരു മനുഷ്യൻ പരീശൻ, ഒരു മനുഷ്യൻ ചുങ്കക്കാരൻ. ചുങ്കഹാരി പരീശൻ തന്നെ താൻ നിന്നുകൊണ്ട് അവന് ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെയും പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ ആ പാവിയായ മനുഷ്യൻ പറഞ്ഞു, നിന്റെ ദിവസം വരുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ ഒന്നുമില്ല ഏതുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെ സ്വീകരിച്ചതായുള്ളൊരു ദൈവം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 4 അധ്യായം 2 വാക്യത്തിൽ പ്രവാചകയുടെ ഭാര്യ അവളുടെ ജീവിതത്തിലെ കടപ്പാരമാണ്. അങ്ങനെയെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ സമ്പൂർണ്ണമായി ആ പ്രവാചകയുടെ ഭാര്യ പറയുകയാണ്, ഹല്ലേലൂയ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ മക്കളെ കടക്കാരി പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നു, എൻ്റെ കയ്യിൽ ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ അവളെയും കുടുംബത്തെയും അവളുടെ ചാർച്ചക്കാരെയും പോറ്റി പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. നാം താഴ്ത്തി നാം ഹല്ലേലൂയ സമർപ്പിക്കുക. നമുക്കറിയാം 2 ദിനവൃത്താന്തം 4:11 പറയുന്നുണ്ട്, എൻ്റെ നാമം വിളിക്കപ്പെട്ട ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് ഹല്ലേലൂയ താണ നിലത്തെ നീരോടു
അവിടെ ദൈവം തുണ ചെയ്യും. താഴ്ത്തിയൊരു ഡെഡിക്കേഷനായിട്ട് പ്രാർത്ഥിക്കുക. നാലാമതായിട്ട് ഈ ഒന്നാം സ്നേഹിതൻ ഈ രണ്ടാം സ്നേഹിതനുമായിട്ട് അവൻ്റെ മൂന്നാം സ്നേഹിതൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ വിഷയം പറയുകയാണ്. എൻ്റെ വീട്ടിലൊരു മനുഷ്യൻ കടന്നു വന്നു, അവന് കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ട് നീ എനിക്ക് ഒരു 3 അപ്പം വായ്പ തരണമേ എന്ന് പറഞ്ഞു. അവൻ്റെ സ്പെസിഫിക്കായിട്ട് പ്രാർത്ഥനയ്ക്ക് അവൻ്റെ വിഷയം പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ലിസ്റ്റ് കൊടുക്കുന്നത് പോലെ നമ്മൾ കൊടുക്കും. എന്നാൽ എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? കർത്താവേ, ഞാൻ ഇന്ന വിഷയത്തിൽ ഞാൻ ഭാരപ്പെടുന്നു. ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന ക്ലിയറായിട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പറയാം. കർത്താവേ, എനിക്ക് 3 അപ്പം വായ്പ തരണം. അർദ്ധരാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഈ മനുഷ്യന് കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് 3 അപ്പം തരണമേ എന്ന് പറഞ്ഞ മനുഷ്യൻ ഹല്ലേലൂയ, അപ്പോൾ നമ്മുടെ വിഷയം വ്യക്തമായി പറയാം. കർത്താവേ, ഞാൻ ഇന്ന വിഷയത്തിൽ ഭാരപ്പെടുന്നു. താവേ, ഞാൻ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നു. താവേ, ഞാൻ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ഭാരപ്പെടുന്നു. താവേ, ഞാൻ എൻ്റെ രോഗത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ എനിക്ക് തരണമേ. എൻ്റെ വിഷയം ഇതാണ്. പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ പല വിഷയങ്ങളും ദൈവസന്നിധിയിൽ പറയും. ഹല്ലേലൂയ, ഒരിക്കൽ ഒരു അമ്മച്ചി, കണ്ണു കാണാത്ത അമ്മച്ചി ദൈവത്തോടിങ്ങനെ ദിവസവും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, തൻ്റെ മകനൊരു സുവിശേഷകനാണ്. തൻ്റെ മകൻ കല്യാണം കഴിച്ചിട്ട് 10 വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ല. തനിക്ക് ഹല്ലേലൂയ ഒരു വീടുമില്ല. ഈ സമയത്ത് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ദൈവം അവൾക്ക് പ്രത്യക്ഷനായി. ദൈവം അവളോട് പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ കേട്ടു. നിനക്കൊരു കാര്യം, ഞാൻ ഒരു വരം ചോദിച്ചാൽ ഒന്നേ ചോദിക്കാവൂ, അത് ഞാൻ നിനക്ക് തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അയ്യോ, അവിടെ മനസ്സിൽ തൻ്റെ മോന് കുഞ്ഞുങ്ങളില്ല, തനിക്ക് വീടില്ല. ഹല്ലേലൂയ, ഈ അമ്മച്ചിക്ക് കണ്ണും കാണത്തില്ല. അപ്പോൾ ഈ അമ്മച്ചി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു. ദൈവമേ, നീ എനിക്കൊരു വരമേ തരുത്തുള്ളല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾ കിട്ടുമല്ലോ, അന്വേഷിച്ചാൽ കണ്ടെത്തുമല്ലോ, മുട്ടുവീൻ തുറക്കപ്പെടുമെന്നും ഒക്കെയും വാക്യമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്രകാരം ഞാൻ നിൻ്റെ തിരിച്ചറിഞ്ഞു. കർത്താവേ, എൻ്റെ മകന് ഹല്ലേലൂയ ഒരു കുഞ്ഞുണ്ടായി. എൻ്റെ ഹല്ലേലൂയ 2 നില വീടിൻ്റെ മുന്നിൽ ആ കുഞ്ഞ് കളിക്കുന്നത് ഞാൻ കാണണം. ഒറ്റ പ്രാർത്ഥന. ഹല്ലേലൂയ, എൻ്റെ മോന് ഹല്ലേലൂയ കുഞ്ഞുണ്ടായി. അവൻ 2 നിലയുടെ വീട്ടിൽ നിന്ന് കളിക്കുന്നത് എനിക്ക് കാണണം. അപ്പോൾ എത്ര നല്ല പ്രാർത്ഥനയാണ്. ദൈവത്തെ പറ്റിക്കാൻ നമ്മൾ പോകുന്നത്. ഇതുപോലാണ് നമ്മുടെയൊക്കെയും ഹല്ലേലൂയ. എന്താണ് സ്പെസിഫിക്കായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ഹല്ലേലൂയ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ഒരിക്കലൊരു രാജാവ് ഹല്ലേലൂയ ആ രാജ്യത്തെ ആൾക്കാരോട് പറഞ്ഞു, എൻ്റെ കൊട്ടാരത്തിൽ ഒത്തിരി സാധനമുണ്ട്, നിങ്ങൾക്ക് വന്ന് ഏത് വേണേലും വന്നെടുത്തു, അത് നിനക്കാണ്. അങ്ങനെ പലരും വന്നെടുത്തു. ചിലർ ഹല്ലേലൂയ സ്വർണ്ണ കിണ്ടി ഉണ്ടായിരുന്നു, ചിലർ അമ്പെടുത്തു, ചിലർ പൈസ എടുത്തു, ഉള്ളതെല്ലാം വാരിക്കൊണ്ട് പോയി. അവസാനം ഒരു കൊച്ചു പൈതൽ വന്നു. നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. നോക്കിയപ്പോൾ രാജാവ് അവിടെ ഇരിക്കുന്നു. അവൻ ഓടിച്ചെന്ന് രാജാവിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എനിക്ക് രാജാവിനെ മതി. അപ്പോൾ അവിടെ നിന്നവരോടെല്ലാം പറഞ്ഞു, നിങ്ങളിത് അതൊക്കെ എടുത്തു, എന്നാൽ എന്നെ എടുത്തത് കൊണ്ട് ഈ രാജ്യവും ഈ രാജ്യത്തിൻ്റെ പദവിയും അവന് കൊടുത്തതുകൊണ്ട് ഹല്ലേലൂയ അവൻ വ്യക്തമായി അവൻ ശക്തമായി പറഞ്ഞതുകൊണ്ട് അവന് അത് ലഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ച് നാം പ്രാർത്ഥിര്. ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമുക്ക് വേണ്ടി തരും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മാതാപിതാക്കൾ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് ഹല്ലേലൂയ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നതിൻ്റെ പലിശയാണ് നമ്മളോരോരുത്തരും ആയിരിക്കുന്നത്. എബ്ബേസ് ഒരിക്കൽ പ്രാർത്ഥിച്ചു. അവന് വ്യക്തമായി പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്മാരുടെ മുന്നിൽ ഞാനൊരു നിന്നാപാത്രമാണ്.
അതുകൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ അതിരെനിക്ക് വിസ്താരമാക്കണം. അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി തീരാത്തവണ്ണം ദൈവമേ നീ എന്നെ കാത്തു പരിപാലിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവൻ അപേക്ഷിച്ചതിനെ ദൈവം കൊടുത്തുവെങ്കിൽ ഈ ദൈവം എന്നും എന്നേക്കും അവൻ നമ്മുടെ ദൈവമാണ്. അവൻ നമ്മുടെ ജീവപര്യന്തം വഴി നിർത്തും. അവൻ നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. ദൈവവചനം ഇപ്രകാരം പറയുന്നു, നീ മക്കളെയും മക്കളുടെ മക്കളെയും കാണുമെന്ന് ദൈവവചനമാണെങ്കിൽ ആ വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹന്ന കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തില്ലേ? സക്കറിയാവും എലിസബത്തും ദേവാലയത്തിൻ്റെ അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് മറുപടി കൊടുത്തിരിക്കും. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ മരണവാസങ്ങൾ നമ്മളെ ചുറ്റിയപ്പോൾ, പാതാള വേദനകൾ പിടിച്ചപ്പോൾ, കഷ്ടവും സങ്കടവുമായിരുന്നപ്പോൾ ദൈവം അതിശയമായി ദൈവം നമ്മെ കാത്തുറച്ചും. ഒരു കണ്ണിനും ദയ തോന്നാതെ നിരാശയുടെ നിർച്ചുഴിയിൽ കിടന്നപ്പോൾ ദൈവം നമ്മെ കാത്തുറച്ചും. അവസാനമായി ഒരു കാര്യം കൂടെ ആ പ്രാർത്ഥനയിലുണ്ട്. ഈ ഒന്നാം സ്നേഹിതൻ രണ്ടാം സ്നേഹിതനുമായ പ്രശ്നവുമായി മൂന്നാം സ്നേഹിതൻ്റെ അടുക്കൽ ചെന്നിട്ട് അവൻ്റെ വിഷയം പറയുകയാണ്. ഒന്ന് മുട്ടി ഹല്ലേലൂയ വന്നില്ല, രണ്ട് മുട്ടി ഹല്ലേലൂയ കിട്ടിയില്ല. അവൻ ലജ്ജ കൂടാതെ മുട്ടി. നമ്മൾ എന്ത് ചെയ്യണം? പ്രേ വിത്തൗട്ട് ഗെറ്റിംഗ് ടയർഡ്. ഒരിക്കലും നമ്മൾ ക്ഷീണിച്ചു പോകാതെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഏത് വിഷയമാണ് നമ്മുടെ വിഷയത്തിൽ? പലരും നമ്മളോട് ചോദിക്കും, ഇല്ല ഹല്ലേലൂയ ആസാഫ് പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഹല്ലേലൂയ ചെയ്തിട്ടും 73-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു യാതൊരു പ്രയോജനമില്ല. മറ്റുള്ളവർ പ്രാർത്ഥിക്കാതെ ഇരുന്ന് അവരൊക്കെയും ഹല്ലേലൂയ അവരൊക്കെയും വീർത്തു വരുന്നു. എന്നാൽ ആ പ്രാർത്ഥന ദൈവം അവനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഹല്ലേലൂയ അവനെ കാണിച്ചു കൊടുത്തു. അവർക്കൊക്കെയും വഴിവെഴുപ്പിൽ നിർത്തിയപ്പോൾ ഞാൻ നിന്നെ ഉള്ളങ്കരങ്ങളിൽ വഹിച്ചു. നമ്മുടെ പ്രാർത്ഥനാ വിഷയം ദൈവസന്നിധിയിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ ഈ സമയം ഹല്ലേലൂയ ഈ വചനത്തിൻ്റെ മുന്നിൽ ഹല്ലേലൂയ നാം പ്രാർത്ഥിത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ മൂന്നപ്പം വായ്പ ചോദിച്ചവന് വേണ്ടുന്നോളത്തോളം കൊടുത്തവൻ, രൂത്തിൻ്റെ പുസ്തകത്തിൽ അടിമയായ രൂത്തിനെ ഉടമയാക്കി തീർത്തവൻ, ലൂക്കോസിൻ്റെ 15-ാം അധ്യായത്തിൽ കൂലിക്കാരനാകുവാൻ ആഗ്രഹിച്ചവനെ സ്വന്തം മകനാക്കി തീർത്തുവെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ദൈവം വലിയവനാണ്. ഈ ദൈവം വലിയവനാണ്. അവൻ മാറാത്തൊരു ദൈവമാണ്. അവൻ മറക്കാത്തൊരു ദൈവമാണ്. മാരുടെ അനുഭവങ്ങളെ മധുരമാക്കി തീർക്കുന്ന ഈ ഒരു ദൈവം കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ ഹല്ലേലൂയ കീഴെ വഹിക്കുമ്പോൾ ഹല്ലേലൂയ അവനോട് നാം പ്രാർത്ഥിര്. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഇന്നല്ലെങ്കിൽ നാളെ ഹല്ലേലൂയ അവൻ നൽകും. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ നമ്മെ കാണും, അവൻ രോഗിയാണല്ലോ, അവൻ നടക്കുന്നില്ല, അവൻ ഹല്ലേലൂയ അവന് യോബിനോട് പറഞ്ഞതുപോലെ ദിവസവും കഷ്ടതയാണ്. എന്നാൽ യോബ് പ്രാർത്ഥിച്ചപ്പോൾ, തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ലജ്ജകൂടാതെ പ്രാർത്ഥിച്ചപ്പോൾ അവനെ അനുഗ്രഹിച്ച ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ നടത്തും, അവൻ നമ്മെ പുലർത്തും. ഹല്ലേലൂയ നമ്മുടെ താഴ്ചയെ അവൻ ഉയർച്ചയാക്കും, നമ്മുടെ പരാജയത്തെ അവൻ വിജയമാക്കി തീർക്കും. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് എല്ലാത്തിനും മാറ്റം വരുത്തും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്നാം സ്നേഹിതൻ നാം ഓരോരുത്തരുമാകണമെങ്കിൽ, രണ്ടാം സ്നേഹിതൻ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രാർത്ഥനാ വിഷയവുമാണെങ്കിൽ, മൂന്നാം സ്നേഹിതനാകുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. അവൻ ഇമ്മാനുവേലായി നമ്മോട് കൂടെ ഉള്ള ആ ദൈവകരങ്ങളിൽ നമുക്ക് ഓർക്കാം. കർത്താവേ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ വിജയം നേടണമെങ്കിൽ ഹല്ലേലൂയ പേഴ്സണലായിട്ട് വ്യക്തിപരമായി അവനുമായിട്ടൊരു ബന്ധം വേണം. അവൻ നമ്മെ അറിയണം, നാം അവനെയും അറിയണം. രണ്ടാമതായിട്ട് അവൻ്റെ അടുക്കൽ നാം വിഷയം ചെല്ലുമ്പോൾ എനിക്ക് തരുമെന്നുള്ളൊരു വിശ്വാസം, നമുക്കൊരു ഫെയ്ത്ത് ഉണ്ടാകണം. മൂന്നാമതായിട്ട് നാം അവൻ്റെ തിരിച്ചറിയുമ്പോൾ താവേ ഞാൻ ഒന്നുമില്ല, ഏതുമില്ല, സമ്പൂർണ്ണമായൊരു ഡെഡിക്കേഷൻ നമ്മുടെ ജീവിതത്തിലാണ്. നാലാമതായിട്ട് നമ്മുടെ വിഷയം എന്താണ്? ദൈവസന്നിധിയിൽ നാം സ്പെസിഫിക്കായിട്ട് പറയുക, താവേ ഞാൻ ഇന്ന വിഷയത്തിൽ ഭാരപ്പെടുന്നു, എഴുതി വെച്ച് നമ്മൾ പ്രാർത്ഥിയത് ദൈവം നമുക്ക് മറുപടി തരും. അത് തന്നെയുമല്ല, പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ലഭിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ നമ്മൾ മുട്ടിക്കൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലവോദിക്ക സഭയോട് പറയുന്ന പോലെ ഹല്ലേലൂയ നമ്മൾ മുട്ടിയാൽ, ഹല്ലേലൂയ വാതിൽക്കൽ നിന്ന് മുട്ടിയാൽ അവൻ തുറന്ന് വേണ്ടുന്നിടത്തോളം തരുന്ന ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. പുത്രൻ്റെ നാമത്തിൽ
ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്ന് അരുളിയോനേ, നീക്കം വരാത്ത വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കേൾപ്പിച്ച ദൈവവചനത്തെ അനുദിന വേദ ചിന്തകൾ അനുഗ്രഹമാരി ചൊരിയും